ഹായ് മക്കളെ, നിങ്ങൾ +1 പഠിക്കുന്ന സമയത്ത് നിങ്ങൾ സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഒരുപാട് കുട്ടികൾ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നു, സാറേ ലൈഫിൽ എന്താവണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഒന്നുമില്ല, ആകെ ഒരു കൺഫ്യൂഷനാണെന്നൊക്കെ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞാൽ നീ ഇപ്പോൾ ഒന്നും തീരുമാനിക്കേണ്ട, നീ +1 മര്യാദയ്ക്ക് പഠിക്ക്, ഒരു +2 ഒക്കെ എത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമാവും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളൊക്കെ എന്താണ് +2 എത്തി, +2 ഓണപരീക്ഷ കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം, നമ്മൾ മെല്ലെ മെല്ലെ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കണം, +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം. കാരണം ആ തീരുമാനത്തിൽ നിന്നാണ് നിങ്ങൾ ലൈഫിൽ എന്ത് ജോലി ചെയ്യണം, ലൈഫിൽ നിങ്ങൾ എവിടെ എത്തും എന്നൊക്കെ തീരുമാനിക്കാൻ പോകുന്നത് അല്ലേ. സോ ഇന്ന് അതിലെ ഒരു ബ്രോഡായിട്ട് എന്തൊക്കെയാണ് +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിലുള്ള ഓപ്ഷൻസ്, ആ ഓപ്ഷൻസിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഓപ്ഷനെ കുറിച്ചും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ. അവസാനം വരെ കാണുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യട്ടോ. മക്കളെ +2 കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്തായാലും കുറച്ചും കൂടെ പഠിച്ചേ പറ്റുള്ളൂ അല്ലേ. ആ പഠനം 2 രീതിയിലാണ് ബ്രോഡ്ലി കാറ്റഗറൈസ് ചെയ്ത്, ഞാൻ സ്വന്തമായിട്ട് കാറ്റഗറൈസ് ചെയ്താണ്. അതുകൊണ്ട് എന്തില്ല, ഇതൊന്നും എല്ലാ സ്ഥലത്തും കിട്ടണമെന്നൊന്നുമില്ല. അതായത് നിങ്ങൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ഒന്നെങ്കിൽ പഠിക്കാൻ പോകുന്നത് പ്രൊഫഷണൽ കോഴ്സസ് ആയിരിക്കും. ഈ പ്രൊഫഷണൽ കോഴ്സസ് എന്ന് പറയുമ്പോൾ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് പോലെ തന്നെ. ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ ഏത് ഡോക്ടർ ആവുകയാണെങ്കിലും അതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. MBBS ആയിക്കോട്ടെ, BDS ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. പിന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ BTech ഉണ്ട്, അതേപോലെ തന്നെ ആർക്കിടെക്ചർ വരുന്നുണ്ട്. പിന്നെ പാരാമെഡിക്കൽ കോഴ്സസിൽ കുറേ നഴ്സിംഗ്, BPharm അത് ഇത് പറഞ്ഞിട്ട്. ഇനി കൊമേഴ്സുകാർക്ക് എന്തുണ്ട്, CA, CMA, AC, CS, CS എന്നൊക്കെ പറഞ്ഞിട്ട്. ഹ്യൂമാനിറ്റീസുകാരുടെ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് LLB. അപ്പം ഇതാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അക്കാഡമിക് കോഴ്സസ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും പറ്റുന്ന BA ഇംഗ്ലീഷ്, BA മലയാളം, BA സംസ്കൃതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട്. അതേപോലെ തന്നെ എന്താണ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ BA എക്കണോമിക്സ്, പിന്നെ ഹിസ്റ്ററി, സോഷ്യോളജി, BCom, BBA തുടങ്ങിയ കുറേ കോഴ്സസ് ഉണ്ട്. അതേപോലെ തന്നെ സയൻസ് പഠിച്ച കുട്ടികൾക്ക് മാത്രം പോകാൻ പറ്റുന്ന BSc ഫിസിക്സ്, BSc കെമിസ്ട്രി, BSc സുവോളജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊന്നുണ്ട്, പഠിക്കാനുണ്ട്. ഓക്കെ, ഇത് പ്രൊഫഷണൽ കോഴ്സസ്, ഇത് അക്കാഡമിക് കോഴ്സസ് ആണ്. ഞാൻ പൊതുവേ ഈ പ്രൊഫഷണൽ കോഴ്സസിന് കുറച്ച് ഗ്ലാമറൊക്കെ കൂടുതലാണ്. MBBS, BTech അല്ലെങ്കിൽ എന്താണ് CA എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഗ്ലാമറൊക്കെ കൂടുതലാണെങ്കിലും ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സേ ഉള്ളൂ. ഹൈ കോമ്പറ്റീഷനാണ്. എല്ലാവരും എന്ത് ചെയ്യൂല, ആ ഒരു മോഡിലേക്ക് +2 കഴിഞ്ഞാൽ എത്തൂല. ഇപ്പോഴൊക്കെ ചിലപ്പോൾ എന്തായിരിക്കും, നിങ്ങൾക്ക് എന്താണ് CA എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ അവസാനം നമുക്ക് BCom ആദ്യം എടുക്കാമെന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ വരും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ +2 കഴിയുമ്പോഴും 70% ആൾക്കാരും എന്തായിരിക്കും ഈ ഒരു അക്കാഡമിക് കോഴ്സസിലേക്കാണ് നിങ്ങൾ എത്തുക. കാരണം ബാക്കി 30% സീറ്റേ എന്തുള്ളൂ നമ്മളെ നാട്ടിലുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. ഓക്കെ, എത്ര ഗ്ലാമർ ഉണ്ടെങ്കിൽ സീറ്റ് കുറയുമ്പോൾ എന്താ ഉറപ്പായിട്ടും എന്തുണ്ടാവും, അവിടെ ഒരു കോമ്പറ്റീഷൻ കൂടുന്നുള്ളതും നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. അപ്പം ഈ അക്കാഡമിക് കോഴ്സസ് നിങ്ങൾ പഠിക്കുക എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കേരളത്തിലെ ടോപ്പ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആയിട്ടുള്ള ഇപ്പം എറണാകുളം മഹാരാജാസ്, കോഴിക്കോട് ഇപ്പോൾ ദേവഗിരി ഉണ്ട്, ഫറൂഖ് കോളേജ് ഉണ്ട്, പിന്നെ സെൻറ്റ് ട്രേസാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒത്തിരി കോളേജസ് ഉണ്ട്. ഇത് കൂടാതെ എന്തുണ്ട്, നിങ്ങളുടെ നാട്ടിൽ, എൻ്റെ നാട്ടിലൊരു MET ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നാട്ടിലടക്കുന്നുണ്ട് ഇതുപോലത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട്. അപ്പം ഇവിടുത്തെ അഡ്മിഷൻ ഈസ് പ്യുവർലി ബേസ്ഡ് അപ്പോൺ നിങ്ങളുടെ +1ലെയും +2യുടെയും മാർക്ക്. അതായത് നിങ്ങൾ BSc ഫിസിക്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്സിന് കുറച്ച് വെയിറ്റേജ് ഒക്കെ ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി അവിടെയൊക്കെ കൺസിഡർ ചെയ്യുന്നത് നിങ്ങളുടെ +1ലെയും +2ലെയും മാർക്കാണ്. അഥവാ 1200-ൽ എത്ര മാർക്ക് കിട്ടും എന്നതിനനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ 1200 ഒരു 850 മാർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും MET. അത് മോശമൊന്നുമല്ല കേട്ടോ, MET ആർട്സ് ആൻഡ് സയൻസ് അത്യാവശ്യം നല്ല കോളേജ്, പക്ഷേ നാട്ടിൽ തന്നെയാണ്. അതത്ര നല്ല ഓപ്ഷനല്ല. നിങ്ങൾ +2 കഴിഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് സഞ്ചരിക്കേണ്ട, ലോകം കാണേണ്ട, കൂടുതൽ അടിപൊളി ആൾക്കാരെ പരിചയപ്പെടേണ്ട സമയമാണ് നിങ്ങളുടെ ആ ഒരു ഏജ്, യൂത്തിലേക്ക് കിടക്കുന്ന ഏജ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പം 1200-ൽ 1200 മാർക്കും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ മാക്സിമം എത്താൻ പറ്റുക ഒന്നുകിൽ മഹാരാജാസോ അല്ലെങ്കിൽ ദേവഗിരിയോ അല്ലെങ്കിൽ സെൻറ്റ് ട്രീസാസൊക്കെ ആയിരിക്കും. ആൻഡ് ഇതൊന്നും അത്ര മോശമുള്ള കോളേജ് അല്ല. പക്ഷേ ഇത് കൂടാതെ അതിനേക്കാൾ കിടിലനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇപ്പം നിങ്ങളുടെ മുന്നിൽ എന്തുണ്ട്, വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അതായത് ചോദ്യം എത്രയേ ഉള്ളൂ, കേരളത്തിലൊരു നല്ല കോളേജിൽ പഠിക്കണോ, ആർട്സ് ആൻഡ് സയൻസ് BSc ഫിസിക്സോ BComോ BA എക്കണോമിക്സോ പഠിക്കണോ, അതോ ഇതുപോലത്തെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസുകളിൽ പഠിക്കണോ? ഈ ക്യാമ്പസുകൾ നമ്മൾ പൊതുവായി പറയുന്ന പേരാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏറ്റവും ടോപ്പ് ഞാൻ മനസ്സിലാക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. അതേപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഉണ്ട്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, JNU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്. ഹൈദരാബാദിലൊക്കെ ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്. എന്തിന്, കേരളത്തിൽ കാസർഗോഡ് അടക്കം ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. എന്താ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവിടെ ക്യാമ്പസ് മാത്രമല്ല, ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ വലിയ ക്യാമ്പസ് ആയിരിക്കും, കുറച്ചും കൂടെ എന്തായാലും കൂടുതൽ ഫണ്ട് ഉണ്ടാവും. കാരണം സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റ് ഫണ്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ്, ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ആയിരിക്കും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കിടിലൻ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഏത് മഹാരാജാസ് പഠിച്ചാലും കേരളത്തിലെ കുട്ടികൾ അവിടെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 1-2 അല്ലാത്ത ആൾക്കാരുണ്ടാവായിരിക്കും. പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു മിക്സ്ചറാണ്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെയും ഏറ്റവും ബെസ്റ്റ് കുട്ടികളായിരിക്കും. ഇപ്പം ഇതിലിപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സെൻറ്റ് സ്റ്റീഫൻസ് എന്ന് പറഞ്ഞ കോളേജൊക്കെ ശരിക്കും അതൊരു IAS ഫാക്ടറി ആണെന്നാണ് പറയാം. അല്ല, JNU എന്നൊക്കെ പറയുന്നത് അതൊരു IAS ഫാക്ടറിയാണ്. ഒരുപാട് സിവിൽ സർവൻസ് ആ കോളേജുകളിൽ പഠിച്ചാണ്. സെൻറ്റ് സ്റ്റീഫൻസ് ഒക്കെയാണ് കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് 3-4 വർഷവും ടോപ്പ് 10 ഒത്തിരി കുട്ടികൾ സെൻറ്റ് സ്റ്റീഫൻസിൽ പഠിച്ച ആൾക്കാരുണ്ട്. അപ്പം അതുപോലത്തെ കിടിലൻ ആൾക്കാരെ പഠിക്കാൻ പറ്റും. ആൻഡ് ഈ കിടിലൻ ആൾക്കാരുമായിട്ട് നിങ്ങൾ ഇൻറ്ററാക്ട് ചെയ്താൽ തന്നെ എന്താ, നിങ്ങൾക്ക് ബെറ്റർ എക്സ്പോഷർ കിട്ടും. എന്താണ് മണിപ്പൂരിലെ അവസ്ഥ, എന്താണ് രാജസ്ഥാൻ, അവരെങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹൈ ഹീറ്റ് മാനേജ്, അങ്ങനെ എന്താ പറയുക, ലോക വിവരം ഭയങ്കരമായിട്ട് കൂടും. ഇത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഞാൻ ഇവിടെ ഒന്നല്ല പഠിച്ചത്, ഞാൻ കോഴിക്കോട് NITയിലാണ് പഠിച്ചത്. NITയിൽ 50% മലയാളികളും 50% പുറത്തുള്ള ആൾക്കാരാണ്. അപ്പം അവരോട് ഇൻറ്ററാക്ട് ചെയ്ത് അവരോട് സംസാരിച്ച്, ഇനി അതുമാത്രമല്ല അവിടെ നടക്കുന്ന പരീക്ഷയിലൊക്കെ ഈ കിടിലൻ ആൾക്കാർ തമ്മിലാണ് കോമ്പറ്റീഷൻ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെ ലെവലും നമ്മൾ ഉയർത്തേണ്ടി വരും. അങ്ങനെയുള്ള ഒരു 4 വർഷം സ്പെൻഡ് ചെയ്തതാണ് NITയിൽ നിന്ന് എനിക്ക് കിട്ടിയ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിനേക്കാളും അക്കാഡമിക് നോളജിനേക്കാളൊക്കെ എന്നെ ഞാനാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നാണ്. ഓക്കെ, അപ്പം ഇതേ അവസ്ഥ എന്തുണ്ടാവും, ഒരുപക്ഷെ NITനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പോഷറും ബെറ്റർ പീപ്പിളിനെയും ഒരുപക്ഷെ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഫീസ് എന്ന് പറഞ്ഞാൽ വെരി അഫോർഡബിൾ ആയിരിക്കും. പിന്നെ ഇപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഒരുപാട് സംഭവിക്കുന്നുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ. ആൻഡ് ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ബെറ്റർ എംപ്ലോയബിലിറ്റി. അറ്റ്ലീസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്താണ്, നമ്മൾ പഠിക്കുന്നതൊക്കെ നല്ലൊരു ജോലിക്കല്ലേ. ഇപ്പം ഞങ്ങൾ എന്നും ഇൻ്റർവ്യൂ ഒക്കെ നടക്കാറുണ്ട്. അപ്പം ഉദാഹരണത്തിന് നമുക്ക് എന്തുണ്ട്, നമുക്കൊരു ഗ്രാജുവേറ്റ് ഇപ്പോൾ BCom പഠിച്ച ഒരാൾക്കൊരു വേക്കൻസി ഉണ്ടെങ്കിൽ ഒരാൾ പറയാണ് ഞാൻ BCom ഫറൂഖ് കോളേജിലെ മഹാരാജാസ് എന്നാണ് പഠിച്ചത്, ഒരാൾ പറയാണ് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് എന്നാണെങ്കിൽ ഒരു സംശയമില്ല, സെൻറ്റ് സ്റ്റീഫൻസിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രയോറിറ്റി കൊടുക്കും. അതെല്ലാ എംപ്ലോയേഴ്സിൻ്റെ അടുത്തുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ കുറച്ചും കൂടി ഈ പറഞ്ഞ ഫാക്ടറൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകളുമായിട്ട് എക്സ്പോസ് ചെയ്ത ആൾക്കാർക്കായിരിക്കും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ എവിടെ നിങ്ങൾ ജോലി അന്വേഷിക്കുമ്പോഴും സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ള ടാഗ് എന്ത് ചെയ്യും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരിക്കലും എന്തല്ല ഒരു BTech വേഴ്സസ് BSc ഫിസിക്സ് അങ്ങനെ ഒരു കമ്പാരിസൺ അല്ല കേട്ടോ. അതായത് നിങ്ങൾ എന്താണോ ആർട്സ് ആൻഡ് സയൻസിൽ അക്കാഡമിക് കോഴ്സ് എടുക്കുന്നത്, BSc ഫിസിക്സ് ഇൻ മഹാരാജാസ് വേഴ്സസ് BSc ഫിസിക്സ് ഇൻ സെൻറ്റ് സ്റ്റീഫൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഞാനൊന്ന് പറയാണ്. അപ്പം കാര്യത്തിൻ്റെ മെച്ചം മനസ്സിലായല്ലോ. അപ്പം ഇതിലേക്ക് ഇപ്പം എന്താണ്, ഇപ്പം നിങ്ങൾക്ക് എത്താൻ, അതായത് BTech ഫ്രം NIT അല്ലെ ഒരു MBBS സീറ്റിനേക്കാളൊക്കെ കമ്പാരിറ്റീവ്ലി എന്താണ് ഭയങ്കര എളുപ്പത്തിൽ കിട്ടുന്നൊരു കാര്യമാണ്. ആൻഡ് ദിസ് ഈസ് നോട്ട് ഓൺലി ഫോർ സയൻസ് സ്റ്റുഡൻസ്, പക്ഷേ അതിനേക്കാളും കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും, കാരണം അവരെ സംബന്ധിച്ച് മോർ ഓപ്ഷൻസും ഈ ആർട്സ് ആൻഡ് സയൻസ് അല്ല, ഹ്യൂമാനിറ്റീസിനൊക്കെ ഒത്തിരി പ്രൊഫഷണൽ കോഴ്സസ് ഒന്നുമില്ല. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിലേക്ക് ബെസ്റ്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അതിനിപ്പോൾ എന്താണ്, ഒരു സെൻട്രൽ എക്സാം ഉണ്ട്, CUET, കോമൺ എന്താ സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നോ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് എങ്ങനെയായിരിക്കും അതിൻ്റെ ഫുൾ ഫോം. ഈ ഒരൊറ്റ എക്സാം നിങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടുന്നതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു ബെനഫിറ്റ്സ്, ഫോർച്യൂൺസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് നിങ്ങൾ സയൻസുകാരാണ് കൂടുതലും എൻട്രൻസ് എക്സാമുകൾ എഴുതുക. നിങ്ങൾ എഴുതുന്നതിൽ നീറ്റ് ഉണ്ടാവും, JEE ഉണ്ടാവും, കീം ഉണ്ടാവും, വേറെ പലതും ഉണ്ടാവും. അതിൽ വെച്ചിട്ട് ഏറ്റവും എളുപ്പമുള്ള എക്സാമാണെന്ത്, CUET. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്താ വെച്ചാൽ, ഒന്ന് +2 ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ, +1 നിങ്ങൾ പഠിക്കുക വേണ്ട. നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ മാർക്ക് പിന്നെ എന്തല്ല, നമുക്കൊരു വിഷയമേ അല്ല. +2 ടോപ്പിക്ക് മാത്രമാണ് ഈ എൻട്രൻസ് ടെസ്റ്റിന് ഉണ്ടാവുക. അങ്ങനെയുള്ള എൻട്രൻസ് ടെസ്റ്റ് വേറെ ഏതുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. മാത്രമല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നീറ്റ് എഴുതുകയാണെങ്കിൽ മെയിൻലി ബയോളജിയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ MBBSന് പഠിക്കുന്നതെങ്കിൽ കൂടി ഫിസിക്സും കെമിസ്ട്രിയും നിർബന്ധമായി നിങ്ങൾ പഠിക്കണം. നല്ല മാർക്ക് സ്കോർ ചെയ്തില്ല നിങ്ങൾക്ക് കിട്ടില്ല. എന്തിനാ ഇപ്പോൾ ഫിസിക്സ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കൊന്നും അറിയില്ല. പക്ഷേ CUETയുടെ കേസിൽ നിങ്ങൾക്കിപ്പോൾ BSc ബയോളജി അല്ല BSc സുവോളജിയാണ് എടുക്കേണ്ടതെങ്കിൽ നിങ്ങൾ BSc ഫിസിക്സ് എക്സാമേ എഴുതേണ്ട ആവശ്യമില്ല. BSc സുവോളജിയും വേറെ ചിലപ്പോൾ ഇംഗ്ലീഷും ജനറൽ എബിലിറ്റി ടെസ്റ്റൊക്കെ ആയിരിക്കും നിങ്ങളുടെ മാർക്ക് നോക്കാൻ പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇൻറ്റേർണൽ ചോയ്സ് എന്തുണ്ട് നിങ്ങൾക്കുണ്ട്. ചില സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ്, കൊമേഴ്സുകാർക്ക് അക്കൗണ്ടൻസി ഭയങ്കര പ്രശ്നമാണ്. അക്കൗണ്ടൻസി ഇല്ലാത്ത എന്തെങ്കിലുമാണ് പോകണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടൻസി പഠിക്കാതിരിക്കാം. അതാണ് ഫസ്റ്റ്. പിന്നെ രണ്ടാമത്, ഇതുവരെ ഉള്ളത് വെച്ചിട്ട് വലിയ ഡിഫിക്കൽട്ടി ഒന്നുമില്ല. ബോർഡ് എക്സാമിനേക്കാൾ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് മാത്രമല്ല. +2 ടോപ്പിക്ക് തന്നെയാണെന്ന് പറഞ്ഞാൽ തന്നെ കുറേ ആശ്വാസമായില്ലേ. അതായത് ഇപ്പോൾ സയൻസുകാരെ പറഞ്ഞാൽ ഒരു കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടിയൊക്കെ വരുന്നുള്ളൂ. മാത്രമല്ല
ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭയങ്കര കോമ്പറ്റീഷൻ കുറവാണ് അവിടെ. കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതിന് കുറേ റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഈ CUET കുറിച്ച് കേട്ട ആൾക്കാരടക്കം നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്ര പോലും ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർ കേൾക്കുക ഒരു ക്രിസ്മസ് എക്സാമിന് ശേഷം ജനുവരിയിലായിരിക്കും, അല്ലെങ്കിൽ മാർച്ച് ബോർഡ് എക്സാം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ വളരെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. കാരണം ഇതൊരു എൻട്രൻസ് എക്സാമാണ്, ബോർഡ് എക്സാം അല്ല. എൻട്രൻസ് എക്സാം എന്ന് പറയുമ്പം ഒരു ഓട്ട മത്സരം പോലെയാണ്. ആരാണ് ആദ്യം എത്തുന്നത് അവരെക്കാൾ തൊട്ട് പിന്നിൽ രണ്ടാമത്. അതായത് ബോർഡ് എക്സാമിൻ്റെ കേസിൽ നിങ്ങൾ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും, ബാക്കിയുള്ളവർ നന്നായി പഠിച്ചില്ലയോ എന്നുള്ളത് നിങ്ങളുടെ വിഷയമല്ല. പക്ഷേ എൻട്രൻസിൻ്റെ കേസിൽ നിങ്ങൾ നന്നായി പഠിച്ചാൽ മാത്രം പോരാ, ബാക്കിയുള്ളവരെക്കാളും നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പോൾ അതിൽ 2 ഫാക്ടറാണ്. ഇപ്പോൾ ഒരു ഓട്ട മത്സരത്തിന് മുന്നിലെത്താൻ ഒന്ന് സ്പീഡിൽ ഓടലാണ്, രണ്ടാമത്തതോ നേരത്തെ ഓടി തുടങ്ങിയാൽ മതി അല്ലേ, ബാക്കിയുള്ളവർ ഓടി തുടങ്ങുന്നതിന് മുന്നേ തുടങ്ങിയാൽ മതി. അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ട്. നേരത്തെ CUET പ്രിപ്പയർ ചെയ്താൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നല്ല സ്കോറിലെത്തും. പിന്നെ അതേപോലെ തന്നെ മോർ സീറ്റ്സ് ഉണ്ട് കേട്ടോ, കുറേ സീറ്റുകളുണ്ട്. ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ MBBS സീറ്റുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്, 250 സീറ്റാണ്. പക്ഷേ JNUവിൽ ചിലപ്പോൾ എന്തുണ്ടാവും, കൊമേഴ്സ് ഫീൽഡിൽ തന്നെ ചിലപ്പം 1000-ഓളം സീറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് എന്തുണ്ട്? ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. കോമ്പറ്റീഷൻ കൂടുതൽ സീറ്റുള്ളതുകൊണ്ട് എന്തായാലും നിങ്ങൾ CUET എഴുതിയാൽ ഏതെങ്കിലും സീറ്റ് കിട്ടും. അത് നല്ല കോളേജ് കിട്ടുക എന്നുള്ളതാണ് നല്ല സ്കോറിലൂടെ വേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾ നേരത്തെ തുടങ്ങിയാലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഏർലി ബേർഡ് അഡ്വാൻറ്റേജ് ഉറപ്പായിട്ടുണ്ടാവും. കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കുറേ സംശയങ്ങളുണ്ടാവും, നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനെന്താ സാറേ ചോദിക്കേണ്ടതെന്ന് ചെയ്താൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എജ്യൂപോർട്ടിൻ്റെ ബോർഡ് എക്സാം പ്ലസ് CUET ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഈ മാസം അവസാനം, അതായത് ഓണം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഈ വർഷം കേരളത്തിൽ നിന്നും ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് ഒരുപാട് കുട്ടികളുണ്ട്. അതിൽ ചില കുട്ടികൾക്കൊക്കെ 2 സബ്ജക്റ്റിലൊക്കെ ഫുൾ മാർക്കാണ് CUET. നമ്മുടെ സൂര്യ തേജസ്, അവൻ ഡൽഹി യൂണിവേഴ്സിറ്റി, അങ്ങനെ 2-3 ആൾക്കാർ, പേര് ഞാൻ മറന്നു. ഇവരെ കൂടാതെ കേരളത്തിൽ നിന്നും CUET കിട്ടിയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിന് അതിൽ പകുതിയിലേറെ കുട്ടികളും എജ്യൂപോർട്ടിൻ്റെ ഈ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് പഠിച്ച കുട്ടികളായിരിക്കും. എനിക്ക് കോൺഫിഡൻറ്റോട് കൂടി പറയാൻ പറ്റും. കാരണം അത്രയും ബെസ്റ്റായിട്ട് ഏറ്റവും ആദ്യം CUET വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ ലോഞ്ച് ചെയ്തത് ഞങ്ങളായിരുന്നു. ആൻഡ് ഉറപ്പായിട്ട് ഈ വർഷം ഒരുപാട് കഴിഞ്ഞ വർഷത്തേനേക്കാൾ ബെറ്റർ കോഴ്സ്, ബെറ്റർ സിസ്റ്റം ആയിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത്. ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട് കാര്യമില്ല, ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് ഞങ്ങൾ പഠിക്കുന്നത് പോലെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും അടുത്ത വർഷം ഏതെങ്കിലും, ഇപ്പം സൂര്യ തേജസ് ഡൽഹി യൂണിവേഴ്സിറ്റി കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞടാ ഇപ്പോൾ ഡൽഹിയിൽ വന്നാൽ എനിക്ക് ആളായല്ലോ ജസ്റ്റ് ഒന്ന് കാണാനും സംസാരിക്കാനൊക്കെ എന്നുള്ളത്. അപ്പം ആ ഒരു ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അടുത്ത വർഷം നിങ്ങളെ എനിക്ക് കാണാൻ പറ്റും. അപ്പം ഒരിക്കലും എന്ത് ചെയ്യരുത്, അതായത് മക്കൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലൈഫ് ഈസ് നോട്ട് ഈസി. ഒരിക്കലും ഒരു പണിയെടുക്കാതെ വലിയ നിലയിലെത്തുമെന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല. അപ്പം നിങ്ങളെ സംബന്ധിച്ച് എടുക്കുന്ന പണിയിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് CUET. ആൻഡ് ആ CUET, അതായത് നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സസ് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ നിങ്ങളുടെ ഓപ്ഷൻ CUET നല്ല സ്കോർ വാങ്ങുക, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുക എന്നാണ്. അതിന് ഏറ്റവും നല്ല ഓപ്ഷനാണ് എജ്യൂപോർട്ടിൻ്റെ ബാച്ച്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് നമ്മൾ ഇനി നടത്തുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എജ്യൂപോർട്ടിൻ്റെ പാർട്ടായിട്ട് നമ്മുടെ ടീച്ചേഴ്സും മെൻറ്റേഴ്സ് കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി. അവർ ബാച്ചിൻ്റെ ഡീറ്റെയിൽസും ഫീസും കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ദിസ് ഈസ് ദ ബെസ്റ്റ് അവൈലബിൾ ഇൻ കേരള മാത്രം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് CUET കോഴ്സാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വേഗം ജോയിൻ ചെയ്തിട്ട് മാത്രം കാര്യമില്ല, പഠിക്കുക. വേണമെങ്കിൽ എന്ത് ചെയ്തോ, ഫ്രണ്ട്സുകൾ ആരെങ്കിലുമൊക്കെ കൂട്ടിക്കോ, അവർക്കും കൂടെ വീഡിയോ ഷെയർ ചെയ്യാം.